നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിയമം ഏറ്റവും നന്നായി അറിയാവുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റ് ഒരു സ്ത്രീയെ ഉപദ്രവിച്ചാൽ എന്തൊക്കെ ശിക്ഷ ലഭിക്കും ഇതും നന്നായി അറിയാവുന്ന ഒരു അഡ്വക്കേറ്റ് സഹപ്രവർത്തകയെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടാത്തത് കുട്ടിയുടെ മാത്രം ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പം 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കുന്നുണ്ട്. നിയമം ഏറ്റവും നല്ല വ്യക്തി ഉപരി സഹപ്രവർത്തക എന്നുള്ളതെല്ലാം മറന്നു. ഒരു സ്ത്രീയെ ഉപദ്രവിക്കാൻ പാടില്ല, എത്ര വലിയ തെറ്റുമാവട്ടെ. നമുക്ക് അറിയാതെ ചെയ്തു പോയാൽ അത് 1 2 ഇതിൽ നിൽക്കും. ഇത് അത്രയും ശക്തമായി അടിച്ച് ജീവൻ തിരിച്ചു കിട്ടി എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ സമൂഹത്തിൽ എത്ര തെറ്റും ന്യായീകരിക്കപ്പെടുന്നതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് ഇപ്പം ബെയിലിദാസിന് കിട്ടുന്ന സപ്പോർട്ടാണ്. അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് 100% വിധി എഴുതുമ്പോഴും കോടതിക്കുള്ളിൽ മാധ്യമങ്ങളെ കയറ്റുന്നില്ല. എന്തിനു മാധ്യമങ്ങൾ അവിടെ ചെന്നു എന്ന് ചോദ്യം ചെയ്യുന്നു. കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകർ ബെയിലിദാസിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ബെയിലിദാസിൻ്റെ തന്നെ സഹപ്രവർത്തകർ അന്ന് അവിടെ വച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാതിരിക്കാനുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ഇത്തരം സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ ഇവിടെ കുറ്റകൃത്യം കൂടുകയേ ഉള്ളൂ. ഇത് വ്യക്തമായി തെളിഞ്ഞതില്ലേ. ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ ഒരു ഈഗോ ഇതോ കാണിക്കേണ്ട സ്ഥലമല്ല ഇത്. തെറ്റ് ചെയ്താൽ ശിക്ഷ വേണം. മാധ്യമങ്ങളെ എന്തിനു വിലക്കാൻ ശ്രമിക്കുന്നു? ഇത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതുകൊണ്ടല്ലേ ബെയിലിദാസിനെ ഈ ക്രൂരത പുറത്തിറങ്ങിയത്. ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ, ഓഫീസിനകത്ത് കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് നിയമമറിയാവുന്ന ഈ വക്കീല് പറഞ്ഞിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇത് വിശ്വസിച്ചനെ. കേട്ടുമറന്ന ഒരു വാർത്തയായി മാറില്ലായിരുന്നു. ഈ മാധ്യമങ്ങളല്ലേ ഇത് പുറത്തു കൊണ്ടുവന്ന്. മാധ്യമങ്ങളെ എന്തിനാണ് വിലക്കുന്നത്? ഈ ഒരു വിവരം അറിഞ്ഞാൽ നമ്മളത് ഈ പകടം വലിയ അല്ലെങ്കിൽ അടികെട്ടിയ കുട്ടി തന്നെ വ്യക്തമായി വന്ന് പറഞ്ഞില്ലേ, തെളിവോടുകൂടി കാണിച്ചു തന്നതല്ലേ. അപ്പം ഇവിടെ കുറ്റകൃത്യങ്ങൾ പെരുകാതിരിക്കണമെങ്കിൽ ഒരു കുറ്റം നടക്കുമ്പോൾ അവിടെ സ്വന്തം രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്വന്തം ആണെന്നുള്ള തോന്നലിലുള്ള രക്ഷിക്കൽ, അല്ലെങ്കിൽ ഇതുപോലെ ചില അഭിമാന പ്രശ്നങ്ങൾ കരുതി ഉള്ള രക്ഷപ്പെടുത്തലുകൾ, ഇതൊക്കെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു.